നിരോധിത ഭീകര സംഘടനയായ PFIയെ സജീവമാക്കാൻ വീണ്ടും ഉണർത്തിയെടുക്കാൻ ചില സമൂഹ മാധ്യമ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിലാണ് ഈ കൂട്ടായ്മകൾ. ഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഉൾവലിഞ്ഞു നിന്ന ചിലരാണ് വീണ്ടും സംഘടിക്കുന്നത് എന്നാണ് അറിയുന്നത്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. രേഷ്മ, ഇതിൽ ഈ PFI നിരോധിത ഭീകര സംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സംഘടന, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സംഘടന വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, രാജ്യവിരുദ്ധത ചൂണ്ടിക്കാട്ടി തന്നെ നിരോധിക്കപ്പെടുമ്പോൾ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യങ്ങളുണ്ട്. നേതാക്കന്മാരെ പലരെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരുണ്ട്. അവരെങ്ങോട്ട് പോയി എന്ന സംശയമാണ് പലപ്പോഴും ഉണ്ടായത്. ചിലരൊക്കെയും തെറ്റുതിരുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷവും അത് തിരുത്താൻ തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾ വീണ്ടും സജീവമാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ സത്യത്തിൽ തേടിയാൽ മാത്രമേ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമാവുകയുള്ളൂ. രേഷ്മ, ഈ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്ക് പിന്നിൽ PFI ഉണ്ട് എന്ന് സംശയിക്കാൻ കാരണം എന്താണ്? വീണ, PFI നിരോധനത്തിന് ശേഷം ഈ യുവജന കൂട്ടായ്മകളാകട്ടെ, അതോടൊപ്പം തന്നെ വാട്സപ്പ് കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകളാകട്ടെ, ഇവയൊക്കെ തന്നെ അതിൻ്റെ അഡ്മിന്മാരാണെങ്കിലും അതിലുള്ള ആൾക്കാരാണെങ്കിലും, അതായത് മെമ്പർമാരാണെങ്കിലും ഉൾവലിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് യുവജന കൂട്ടായ്മകൾ രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. SDPIയുടെ അതോടൊപ്പം തന്നെ മറ്റ് ചില സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. SDPIയുടെ ബന്ധം ഇതുമായി ബന്ധപ്പെട്ട് PFIയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതുകൊണ്ട് തന്നെ SDPIയുടെ ചില ബന്ധങ്ങൾ നിലവിൽ അവർ നടത്തുന്ന PFIയുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ED അതോടൊപ്പം തന്നെ NIAയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ വാട്സപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട്, ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മുന്നേ PFIയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന, ഇപ്പോൾ സജീവമായിട്ട് SDPIയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നത്. ഈ കൂട്ടായ്മകളുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങൾ, മറ്റു ദുരന്തങ്ങൾ, ചികിത്സാ സഹായം, അതായത് അവിടുത്തെ പ്രാദേശിക തലത്തിൽ ആവശ്യമായിട്ട് വരുന്ന ചികിത്സാ സഹായങ്ങൾ, ഇവയുടെയൊക്കെ തന്നെ പേരിലാണ് ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കും. സമൂഹ മാധ്യമങ്ങളിൽ വൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. ആ ഗ്രൂപ്പുകളാണ് പിന്നീട് ഈ ഒരു യോഗങ്ങൾ നടത്തുന്ന രീതിയിലേക്കൊക്കെ തന്നെ മാറുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ മുഖമുള്ള, അതായത് പ്രാദേശിക തലത്തിൽ തന്നെ പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഈ ഗ്രൂപ്പുകളിൽ ചേർക്കും. പക്ഷേ അഡ്മിന്മാർ പിന്നീട്, അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് PFIയുടെ പ്രവർത്തനം എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത്, ആ പ്രവർത്തനങ്ങൾ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഒക്കെ തന്നെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ ചേർക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവരെ അങ്ങ് ഒഴിവാക്കും. എന്നിട്ട് സ്വാഭാവികമായിട്ടും എന്താണോ അവരുടെ ഉദ്ദേശം, ആ ഉദ്ദേശത്തിലേക്ക് നടന്നെടുക്കുകയാണ് പതിവ്. എന്തായാലും നിലവിൽ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരുന്നത്. അവ പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ ചില യോഗങ്ങൾ നടത്തും. ആ യോഗങ്ങളിലൊക്കെ തന്നെ സംസാര വിഷയം അല്ലെങ്കിൽ അജണ്ടകളുമാകുന്നത് PFIയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ PFI നിരോധിച്ചതിന് ശേഷം ചില യുവജന സംഘടനകളെയൊക്കെ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. അത് SDPIയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ചികിത്സാ സഹായങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അതിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കും. ജനകീയരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കാളികളാകും. അതായത് അതിൻ്റെ അഡ്മിനാകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ രക്ഷാധികാരി എന്നുള്ള രീതിയിൽ ചുമതല വഹിക്കുവാനോ ജനകീയ പരിവേഷമുള്ള ആളുകൾ രംഗത്ത് വരും. പിന്നീട് അവരെ ഈ പ്രസ്തുത അഡ്മിന്മാർ, അതായത് ഈ SDPIയുടെ സ്വാധീനമുള്ള അഡ്മിന്മാർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്തരം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് NIA കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആ ഗ്രൂപ്പുകൾ നടത്തുന്ന യോഗങ്ങൾ, അവരുടെ രഹസ്യ കൂട്ടായ്മകൾ, ഇതൊക്കെ തന്നെയായിരിക്കും പരിശോധനാ വിഷയം. എന്തായാലും
പെരുമ്പാവൂർ പോലെയുള്ള SDPയുടെ ശക്തി കേന്ദ്രങ്ങൾ, നേരത്തെ PFIയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങൾ, ഇവിടങ്ങളിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ PFIയുടെ നിരോധനത്തിന് ശേഷം ഉൾവലിഞ്ഞു നിന്ന യുവജന സംഘടനകളാകട്ടെ, അതിൽ പ്രവർത്തിച്ചവരാകട്ടെ, അവരൊക്കെ തന്നെ പ്രത്യക്ഷത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി പൊതു കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടാണ് ഈ PFI എന്തായിരുന്നോ ചെയ്തു വരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ, അവ ചെയ്യുവാനായിട്ടുള്ള പ്രചോദനം ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വീണ.